മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഒരു വ്യക്തിയുടെ അറിവില്ലായ്മയുടെ തുടക്കമാണ് എനിക്ക് എല്ലാം അറിയാം എന്ന ഭാവം. ആരുടെയും മുന്നിൽ നിങ്ങൾ സ്വയം ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആർക്കാണോ നിങ്ങളെ വിശ്വാസമുള്ളത് അവരുടെ മുന്നിൽ ന്യായീകരണങ്ങൾ ആവശ്യമില്ല. ആർക്കാണോ നിങ്ങളെ വിശ്വാസം ഇല്ലാത്തത് അവർ നിങ്ങൾ എന്ത് പറഞ്ഞാലും അംഗീകരിക്കുകയുമില്ല. നിങ്ങൾ സഹിച്ച വേദനകൾ നിങ്ങളെ ശക്തരാക്കുന്നു. നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളെ അന്തിമമായി ധൈര്യശാലികളാക്കുന്നു. നിങ്ങൾ നേരിട്ട തകർച്ചകളും നഷ്ടങ്ങളും നിങ്ങളെ വിവേകശാലികളാക്കുന്നു. ഭക്തരെ, നിങ്ങൾക്ക് ജയിക്കാൻ സൗന്ദര്യമോ ശരീരഭംഗിയോ ആവശ്യമില്ല. നിങ്ങൾക്കാവശ്യം കഴിവുള്ള ഒരു മനസ്സും അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യവുമാണ്. ഭക്തരെ, നിങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോയവരും തിരിച്ചറിഞ്ഞിട്ടും തിരിഞ്ഞു നടന്നവരും തനിച്ചു നിന്നപ്പോൾ താങ്ങായവരും തണൽ കൊണ്ടവരും തണൽ തന്നവരും എല്ലാവരും തന്നെ ജീവിതം എന്താണെന്ന് നിങ്ങളെ പഠിപ്പിച്ചു തന്നവരാണ്. ആർക്കും കൊടുക്കാത്ത ഒരു സ്നേഹം നമ്മൾ ഒരാൾക്ക് നൽകുമ്പോൾ ആരും തരാത്ത ഒരു സങ്കടം തിരിച്ചു കിട്ടാനുള്ള അവസരം കൂടിയാണ് അയാൾക്ക് നൽകുന്നതെന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്. ഭക്തരെ, നിങ്ങളുടെ നോവുകൾ സത്യസന്ധമാണെങ്കിൽ കാലം അതിനു പകരം ചോദിക്കാതെ കടന്നു പോകില്ല. അത് കാണാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാകും. കാലം മാറുന്നതിനനുസരിച്ച് കൂടെയുള്ള മനുഷ്യരും മാറും എന്ന സത്യം മനസ്സിലാക്കി ജീവിക്കുക. വെളിച്ചം പകരാൻ നിങ്ങൾക്കായില്ലെങ്കിലും നിങ്ങൾ നിമിത്തം ആരുടെയും ജീവിതം ഇരുട്ടിലാക്കാതെ ശ്രദ്ധിക്കുക. ഭക്തരെ, നിങ്ങളൊരു തെറ്റ് ചെയ്താൽ അത് എല്ലാവരുടെയും ഓർമ്മകളിലുണ്ടാകും. എന്നാൽ നിങ്ങൾ അവർക്ക് നൽകിയ ഉപകാരങ്ങൾ അത് ഒരിക്കലും ആരുടെയും ഓർമ്മകളിൽ ഉണ്ടാകില്ല. ഒരു മനുഷ്യൻ ഓർമ്മിക്കാനുള്ളത് മറക്കുന്നു, മറക്കാനുള്ളത് ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. സമാധാനം കടന്നു വരുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്നു തന്നെയാണ്. പുറത്ത് എവിടെ അന്വേഷിച്ചാലും അത് ലഭിക്കില്ല. തിരുത്താൻ കഴിയാത്ത തെറ്റുകളല്ല ആരെയും നശിപ്പിച്ചിട്ടുള്ളത്. തിരുത്താമായിരുന്നിട്ടും തിരുത്താൻ കൂട്ടാക്കാത്ത തെറ്റുകളാണ്. ഭക്തരെ, മറ്റുള്ളവരെ പോലെയാകാൻ ശ്രമിക്കുക എന്നതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തം. നിറയാത്തതെന്തും ശബ്ദമുണ്ടാക്കുന്നു, നിറഞ്ഞിരിക്കുന്നതെന്തും നിശബ്ദമാണ്. നിങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നവർ മാത്രമേ അവസാനം വരെ നിങ്ങളോട് ചേർന്ന് നിൽക്കൂ. വാക്കുകളിൽ നൽകുന്ന സ്നേഹത്തേക്കാൾ പ്രവർത്തികളിൽ തരുന്ന സ്നേഹത്തെ വിശ്വസിക്കുക. ഒറ്റയ്ക്ക് നിൽക്കുക എന്നതിനർത്ഥം നിങ്ങൾ തനിച്ചാണെന്നല്ല. കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ശക്തനാണ് എന്നാണ്. നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യരുടെ നേരെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണു തുറന്ന് നോക്കേണ്ടത് നിങ്ങളുടെ കുറവുകളോടു കൂടി നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ്. ഭക്തരെ, പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു. എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു. അങ്ങനെയായിരിക്കണം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന സ്നേഹബന്ധങ്ങൾ. ഭക്തരെ, നഷ്ടങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാതിരിക്കുക. അത് നിങ്ങളുടെ മുന്നോട്ടുള്ള നേട്ടങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കും. വളർത്താനും തളർത്താനും കഴിയുന്നവരാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത്. അതിനാൽ വളരുമ്പോൾ അമിതമായി അഹങ്കരിക്കാതിരിക്കുക. തളരുമ്പോൾ പിൻവാങ്ങുകയുമരുത്. തൻ്റെ ലക്ഷ്യം നിറവേറ്റണം എന്ന ആഗ്രഹമുള്ള ആൾ എത്ര മോശം സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ അവർ നിങ്ങളെയും സ്നേഹിക്കും എന്ന വിശ്വാസം
വെറുതെയാണ്. നിങ്ങളെ മനസ്സിലാക്കാനുള്ള മറ്റൊരാളുടെ കഴിവില്ലായ്മ ഒരിക്കലും നിങ്ങളുടെ മൂല്യം കുറയ്ക്കുന്നില്ല. ഭക്തരെ, ചില ആളുകൾ നിങ്ങളെ വിട്ടുപോയേക്കാം. എന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. അത് നിങ്ങളുടെ കഥയിലെ അവരുടെ ഭാഗത്തിൻ്റെ അവസാനമാണ്. നിങ്ങളുടെ ഭാവി തീരുമാനം എല്ലാവരോടുമായി വെളിപ്പെടുത്താതിരിക്കുക. തീരുമാനം ലക്ഷ്യത്തിലെത്തിയതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. നിങ്ങൾക്ക് മറികടക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ചെടുത്ത ആ വലിയ മതിലാണ്. നിങ്ങളൊന്ന് മനസ്സുവെച്ചാൽ അത് തകരും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.